പുറപ്പാട് പുസ്തകത്തിലൂടെ നമ്മൾ കനാനിൽ പ്രവേശിക്കുന്ന ഈ സ്പിരിച്വൽ എക്സസൈസിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിന് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ആ നൽകപ്പെട്ടിരിക്കുന്ന ഉടമ്പടികളെ അത് പൂർണ്ണമാക്കപ്പെടുകയാണ്. അവൻ പിന്നെയും മോശയോട് നീയും അഹരോനും നാദാവും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും യഹോവയുടെ അടുക്കൽ കയറി വന്ന് ദൂരത്ത് നിന്ന് നമസ്കരിപ്പീൻ. ദൈവത്തെ നമസ്കരിപ്പാൻ അവർ പ്രധാനപ്പെട്ട ആളുകൾ ദൈവത്തെ നമസ്കരിക്കാൻ കയറി വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശുശ്രൂഷകരെപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടവരാണ്. 2-ാം വാക്യത്തിൽ മോശ മാത്രം യഹോവയ്ക്ക് അടുത്ത് വരട്ടെ, അവർ അടുത്ത് വരരുത്, ജനം അവരോടുകൂടെ കയറി വരികയുമരുത് എന്ന് കൽപ്പിച്ചു. അപ്പോൾ അവിടെ വളരെ കൃത്യമായി പറയുകയാണ്, ഒരു ലീഡർ ദൈവസന്നിധിയിൽ എപ്രകാരം കടന്നു വരണം, ജനത്തിനു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ആ മോശ നിൽക്കുന്നത് പോലെ നിൽക്കുവാനുള്ള ഒരു വലിയ വിളിയും തിരഞ്ഞെടുപ്പുമാണ് എന്നെയും നിങ്ങളെയും എല്ലാവരെയും ദൈവം വിളിക്കുന്നത്. 3-ാം വാക്യത്തിൽ എന്നാറേ മോശ വന്ന് യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളും എല്ലാം ജനത്തെ അറിയിച്ചു. യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്ന് ജനമൊക്കെയും ഏക ശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു. മോശ യഹോവയുടെ വചനങ്ങളൊക്കെയും എഴുതി അധികാലത്ത് എഴുന്നേറ്റ് പർവ്വതത്തിൻ്റെ അടിവാരത്ത് ഒരു യാഗപീഠവും ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ സംഖ്യയ്ക്കൊത്തവണ്ണം 12 തൂണും പണിതു. പിന്നെ അവർ ഇസ്രായേൽ മക്കളിൽ ചിലർ ബാല്യക്കാരെ അയച്ചു. അവർ ഹോമയാഗങ്ങളെ കഴിച്ചു. യഹോവയ്ക്ക് സമാധാനയാഗങ്ങളായി കാളകളെയും അർപ്പിച്ചു. മോശ രക്തത്തിൽ പാതിയെടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു. രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു. അവൻ നിയമപുസ്തകം എടുത്തു ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ മോശ രക്തമെടുത്തു ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. അനന്തരം മോശയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടെ കയറി ചെന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ കയറി ചെന്നു. അവിടെ ഒരുമിച്ച് ചെല്ലുന്ന ആ വലിയ കുർബാനയുടെ അനുഭവമാണ് കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും കുർബാന അർപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പണ്ട് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ 40 ദിനങ്ങളിലും എല്ലാ നോമ്പ് ദിനങ്ങളിലും കുർബാന അർപ്പിച്ച് ചെയ്യുമായിരുന്നു. അത് വലിയ പവറാണ്, വലിയ ശക്തിയാണ്. അതുകൊണ്ട് ഈ 9 വാക്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ ചെയ്യേണ്ടത് കൃത്യമായി അവിടെ പറയുകയാണ്. അത് 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. അനന്തരം മോശ അഹരോനും നാദാവും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടെ കയറി ചെന്നു. ആ 10-ാം വാക്യത്തിൽ അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. അവൻ്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിൻ്റെ സ്വച്ഛത പോലെയുമായിരുന്നു. ആ ദൈവത്തിൻ്റെ മനോഹാരിത എത്രയോ ഉന്നതമാണ്. 11-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കയ്യാൽ ഒന്നും ഭവിച്ചില്ല. അവർ ദൈവത്തെ കണ്ടു, ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ദൈവത്തോടുകൂടിയുള്ള ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവം. 12-ാം വാക്യത്തിൽ യഹോവ മോശയോട് നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക. ഞാൻ നിനക്ക് കൽപ്പനകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരും എന്ന് അരുളി ചെയ്തു. എഴുതി നിൻ്റെ തരാം. 13-ാം വാക്യത്തിൽ അങ്ങനെ മോശയും അവൻ്റെ ശുശ്രൂഷക്കാരായ യോശുവയും എഴുന്നേറ്റു. മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറി. അവൻ മൂപ്പന്മാരോടുകൂടി ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളും ഇവിടെ താമസിപ്പീൻ, അഹ്രോനും ഹൂരും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ആർക്കെങ്കിലും വല്ല കാര്യമുണ്ടായാൽ അവർ അവരുടെ അടുക്കൽ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മോശ പർവ്വതത്തിൽ കയറിപ്പോയി. ഒരു മേഘം പർവ്വതത്തെ മൂടി. യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. അവൻ 7-ാം ദിവസം മേഘത്തിൻ്റെ നടുവിൽ നിന്ന്
മോശയെ വിളിച്ചു. എന്തൊരു സുന്ദരമായ വിളിയും സംഭവവുമാണ് അവിടെ നടക്കുന്നത്. 17-ാം വാക്യത്തിൽ യഹോവയുടെ തേജസ്സിൻ്റെ കാഴ്ച പർവ്വതത്തിന് മുകളിൽ കാണുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. ഇസ്രായേൽ മക്കളെല്ലാം ഇത് കണ്ടു. 18-ാം വാക്യത്തിൽ മോശയോ മേഘത്തിന് നടുവിൽ പർവ്വതത്തിൽ കയറി. മോശ 40 പകലും 40 രാവും പർവ്വതത്തിലായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. മോശ ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന വാങ്ങിക്കാനായിട്ട് പർവ്വതത്തിൽ ദൈവത്തോട് കൂടെ വസിച്ച ആ 40 ദിന ഉപവാസം പോലെ നമ്മൾക്ക് നൽകപ്പെടുന്ന ഈ കൽപ്പനകൾ ലഭിച്ചത് മോശയിലൂടെ നമുക്ക് ലഭിച്ച പഴയ നിയമ കൽപ്പനകൾ ഇന്നും നമ്മൾ പാലിക്കുമ്പോൾ പുതിയ നിയമ കൽപ്പനാ ലംഘനം നടക്കുന്നവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്നത്തെ കൽപ്പന ദൈവത്തെ അനുസരിക്കുക, അതുപോലെ കൂട്ടുകാരനെ സ്നേഹിക്കുക. ആ ദൈവീക കൽപ്പനയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചതായ വലിയ അനുഗ്രഹം മോശയിലൂടെ ലഭിച്ചത് നമ്മൾക്ക് ലഭിച്ചത് നഷ്ടമാക്കരുത്. ഈ നോമ്പുകാലത്തിൽ നമ്മുടെ ജീവിത ചര്യകൾ വൃത്തിയാക്കി ഭംഗിയാക്കി ദൈവത്തോടുള്ള ബന്ധത്തിൽ മുൻപോട്ട് നീങ്ങുവാൻ ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കനാൻ പ്രവേശനം അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കനാൻ പ്രവേശനത്തിന് വേണ്ടിയുള്ള ഈ പ്രത്യേക വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരുന്ന് അവരെ വഴി നടത്തി അനുഗ്രഹിച്ച് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി ഇരുന്ന് ജീവിത പ്രമാണങ്ങളിൽ ദൈവത്തെ കാണുവാൻ ആ തേജസ് ഇത് കാണുന്നവരുടെ കേൾക്കുന്നവരുടെ മേലുണ്ടായി അവരായിരിക്കുന്ന ഏത് അവസ്ഥകളിലും വാഹനങ്ങളിലും ഭവനങ്ങളിലും ആ വലിയ തേജസ് നിറഞ്ഞു നിൽക്കുവാൻ സഹായിച്ചാട്ട് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.